90കളിലെ ജനപ്രിയനും മിനിമം ഗ്യാരണ്ടി നടനുമായ ജയറാമിന് എന്നാൽ 2000-ന് ശേഷം ആ ഒരു പദവി നിലനിർത്താൻ സാധിച്ചിട്ടില്ല. 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ വിജയങ്ങളെക്കാൾ കൂടുതൽ പരാജയങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ കാലയളവിൽ അദ്ദേഹം ചെയ്ത ചില യുണീക്ക് സംഭവങ്ങൾ അധികം ശ്രദ്ധിക്കപ്പെട്ടുമില്ല. അതിനുദാഹരണങ്ങളാണ് വിന്റർ, ഇവർ പോലുള്ള സിനിമകൾ. അക്കൂട്ടത്തിൽ തന്നെ പെടുത്താൻ പറ്റിയ മറ്റൊരു സിനിമയാണ് 2005-ൽ പുറത്തിറങ്ങിയ ഫിംഗർ പ്രിന്റ്. ഒരു കൊട്ടാരത്തിലെ അനന്തരാവകാശി കൊല്ലപ്പെടുകയും ആ കേസ് അന്വേഷിക്കാൻ വരുന്ന അതേ കൊട്ടാരവുമായി ബന്ധമുള്ള 2 പോലീസ് ഓഫീസേഴ്സിന്റെ കഥയാണ് ഈ സിനിമ. ഈ കേസ് ആരാദ്യം അന്വേഷിച്ച് പൂർത്തിയാക്കുന്നുവോ അവർക്ക് നായികയെ കിട്ടും എന്നൊരു സംഗതിയും പാരലലി നടക്കുന്നുണ്ട്. അങ്ങനെ കേസ് അന്വേഷിച്ച് രണ്ടുപേരും 2 ദിശകളിലേക്ക് സഞ്ചരിക്കുകയും ഒടുക്കം ഒരാൾ പ്രതിയെ പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ കേസന്വേഷണത്തിൽ തോറ്റുപോയ ആൾ മരിച്ചുപോയ ആളുടെ അച്ഛനോട്, അതായത് കൊട്ടാരത്തിലെ ഇപ്പോഴുള്ള തമ്പുരാനോട് ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു. അവിടെയാണ് സിനിമയുടെ ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഒരുപക്ഷെ മമ്മൂക്കയുടെ CBI സീരീസിന്റെ ഒക്കെ ഭാഗമായി വന്നിരുന്നെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുമായിരുന്ന ഒരു പ്ലോട്ടാണ് ഈ സിനിമയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ ജയറാമിന്റെ മോശം സമയത്ത് ഇറങ്ങിയ സിനിമയായതുകൊണ്ടാവാം ഈ സിനിമ ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നെ ഈ സിനിമയിൽ എന്തെങ്കിലും മോശമുണ്ടോ എന്ന് ചോദിച്ചാൽ ശരീരപ്രകൃതി കൊണ്ടും സൗന്ദര്യം കൊണ്ടും തോന്നില്ലെങ്കിലും 2 വ്യത്യസ്ത ജനറേഷനിൽപ്പെട്ട നടന്മാർ ഒരേ റാങ്കിലും ഒരേ പ്രായത്തിലുമുള്ള കൊളീഗ്സായി കാണിച്ചത് കുറച്ച് കല്ലുകടിയായിരുന്നു. അതായത് ജയറാമും ഇന്ദ്രജിത്തും ഒരേ പ്രായക്കാരാണെന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. 2016-ൽ ഇറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലും ഇതേപോലെ 2 ജനറേഷനിലുള്ള നായകന്മാർ എടാപോടാ വിളിക്കുന്ന ഫ്രണ്ട്സായി വരുന്നുണ്ട്. പടം അടിപൊളിയായിരുന്നെങ്കിലും രണ്ടുപേരും അവരവരുടെ ഭാഗം നന്നായി അഭിനയിച്ചെങ്കിലും ഇവർ ഒരേ പ്രായത്തിലുള്ള ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് ഏതാണ് സിനിമ എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ?